ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള ചക്ക കിട്ടിയതാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ ചക്കയൊന്നുമല്ല, അതിൻ്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. ഈ വർഷം ഇതുവരെ വേറെ ചക്കയൊന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് കിട്ടിയ ചക്ക കഷ്ണം കേട്ടത്. അപ്പോൾ പഴുത്തതാണ്. കുറേ നാളെ ചക്ക അന്വേഷിച്ച് നടക്കണം, പക്ഷേ ഇവിടെ നിന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കഷ്ണം ചക്ക കിട്ടി. അപ്പോൾ അന്ന് ചക്ക കൊണ്ട് കുറച്ച് അതായത് ഒരു 3-4 അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു കൊതി വന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടത്. ഇപ്പോൾ ഞാൻ 6 മണി കഴിഞ്ഞ് പിന്നെയാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ വേഗം ചക്കയൊക്കെ എടുത്ത് വെട്ടിപ്പറിച്ച് ആകെ ഒരു 10-12 ചോളയൊക്കെ ഉള്ളൂ. ഇന്നലെ കൊണ്ടുവന്നു. അപ്പോൾ ഇന്നലെ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് വെട്ടിപ്പറിച്ച് കഴിച്ചു. ഇപ്പോൾ അതായത് അത്രയേ ഉള്ളൂ കേട്ടോ. മിക്സിയുടെ ജാറിലിടുന്ന അത്രയും കഷ്ണങ്ങളുള്ളൂ. അപ്പോൾ അത് വേഗം അടയുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം വന്നിട്ട് പിള്ളേർ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പോപ്കോണിൻ്റെ അത് മേടിച്ചിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചീനച്ചട്ടിയിലിട്ട് അത് പൊട്ടിച്ച് പോപ്കോൺ അവർക്ക് തിന്നാൻ കൊടുത്ത് അവർ ടി വി കണ്ട് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പിന്നെ ഈ അടയിലേക്ക് കടന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഞാൻ അട ഉണ്ടാക്കണത്. അപ്പോൾ ശർക്കര ഒന്ന് വെള്ളാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3-4 അച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോഴേക്കും വേഗം ചക്ക കഷ്ണം ഞാൻ വേഗം മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചക്കയുടെ ഇത് പേസ്റ്റ് ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചതിടുന്നുണ്ട്. ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്നും ഞാൻ ഇടണില്ല, ഇപ്പം നേരമില്ലല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ഇടണില്ല. ഏലക്കായ ചതച്ചതും ശർക്കര നീര് മാത്രമേ ഇടണുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണില്ല. ആ നേരം കൊണ്ട് സന്ധ്യ ആവണതിന് മുന്നേ വേഗം പോയി ഇല വെട്ടി കൊണ്ടുവന്നു. 4-5 അടയ്ക്കുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇല വേഗം കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം കേട്ടോ. വാഷ് ബേസിൽ കുറേ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നുണ്ട്. രാവിലത്തെ കുറച്ച് പാത്രങ്ങളും പിന്നെ ഇപ്പോൾ ജോലിക്ക് പോയി ചോറ് കൊണ്ടിട്ടുള്ള അതിൻ്റെ ചെപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗം ശർക്കര നീര് ഒഴിച്ച് ഞാൻ വേഗം അത് കുഴച്ചെടുത്ത്. ഇത്തിരി ശർക്കര കൂടിപ്പോയി, നല്ല മധുരമായിപ്പോയി. അങ്ങനെ അത് ഓരോന്ന് ഞാൻ ഇലയിൽ പരത്തണുണ്ട് കേട്ടോ. ഇത്തിരി നല്ല രീതിയിൽ മധുരം കൂടി പോയിട്ടുണ്ട്. എന്നാലും സാരില്ല, കഴിക്കാനല്ലേ എന്ന് ഓർത്തിട്ട് പിന്നെ വേഗം ഇഡ്ഡലിച്ചെമ്പ് വെച്ച് ചക്കയുടെ അതൊക്കെ എടുത്ത് അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ തുമ്പ് നീണ്ടിക്കണാണ് അതിൻ്റെ അടപ്പ് അടയണില്ല. ഒരു കണക്കിന് എന്നിട്ട് അത് വെച്ച് ഞാൻ അതിൻ്റെ അടപ്പ് അടച്ചെടുത്തു. അങ്ങനെ അത് അടച്ചോട്ടെ ഞാനത് അങ്ങനെ അടച്ച് വെച്ചിട്ട് പിന്നെ വന്നിട്ട് ബാക്കിയത്തെ പാത്രം കൂടി അവിടെ കഴുകി വെക്കുന്നുണ്ട്. അട ഉണ്ടാക്കിയ പാത്രവും പിള്ളേർ രാവിലെ ചായ കുടിച്ച പാത്രങ്ങളാണ് അതൊക്കെ. കപ്പും ചായപാത്രവും അരിപ്പയൊക്കെ രാവിലത്തെയാണ്. പിന്നെ ഇപ്പോൾ ചോറ് കൊണ്ടുപോയി ചെപ്പും കാര്യങ്ങളും അങ്ങനെ അതൊക്കെ വേഗം കഴുകി വെച്ചു കൂട്ടാം. അതിനിടയ്ക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഏലക്കായ ഇട്ടിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ടിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാനത് പുറത്തിറക്കി വെച്ചേക്കാട്ടെ തണുപ്പ് പോകാനായിട്ട്. ഇന്നലെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, പാക്കറ്റ് പൂരി അത്ര നല്ലതല്ല. ശരിയാണ്, നല്ലതല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ച് എളുപ്പപ്പണിക്ക് കൊടുക്കാറുണ്ട്. എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ, അത് കൊള്ളില്ലാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം 3-4 പൂരി ഉണ്ടാക്കണ നേരം കൊണ്ട് അട ഉണ്ടാവണ നേരം കൊണ്ട് 3-4 പൂരി തിന്ന് വിശപ്പടക്കാന്ന് വെച്ചിട്ട് അത് ഞാൻ കൊണ്ടുവന്ന് തിന്നപ്പോൾ പൊന്നു വന്നേക്കാണ്ട് പൂരി ഉണ്ടാക്കാണ്ട് ഡുണ്ടു ടി വി കാണാണ്. അപ്പോൾ ഡുണ്ടു അതിന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ എന്താണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എടുക്കാനായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ പോയി മേല് കഴുകി വന്നിട്ട് പിന്നെ അട തിന്നാനെടുത്തിട്ട് നല്ല സൂപ്പർ അടയായിരുന്നു കേട്ടോ. മധുരം കൂടിയുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ.